Hello. The final type of rhetorical mode that we have to study in this unit is called classification and division. എന്തെങ്കിലും ഒരു ലാർജർ ടോപ്പിക് എടുത്തിട്ട് അതിന്റെ പല ടൈപ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ടൈപ്പിനെയും എക്സ്പ്ലെയിൻ ചെയ്തതിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓർ ഡിവിഷൻ എന്ന് പറയുന്നത്. The UG courses offered by your college are classified as BA, BSc and BCom, and each of these categories are divided based on the major subject. Example, BA Sociology, BA Sociology and History, BSc Chemistry and Physics, and BCom General and BCom Corporate Secretariat. So, നമ്മളുടെ ഒരു കോളേജിലെ UG കോഴ്സസ് ഡിഗ്രി കോഴ്സസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആണ് BA, BSc, BCom എന്ന് പറയുന്നത്. ആൻഡ് ഓരോ കാറ്റഗറി, ഓരോ ടൈപ്പ്, ഓരോ ക്ലാസിഫിക്കേഷനെയും പിന്നെയും ഫർദർ ഡിവൈഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. BA പലതരമുണ്ട്. BA ഇംഗ്ലീഷ്, BA എക്കണോമിക്സ്, BA ഹിസ്റ്ററി, അങ്ങനെ ഉണ്ട്. BSc കെമിസ്ട്രി, BSc ഫിസിക്സ്, BSc സുവോളജി, അങ്ങനെ ഉണ്ട്. BCom ആണെങ്കിൽ BCom ജനറൽ, BCom ഫിനാൻസ്, whatever, different types of classifications within classifications. അപ്പോൾ ലാർജർ ക്ലാസിഫിക്കേഷനും പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ ഡിവിഷൻസും നമുക്ക് കാണാൻ പറ്റും. അത് UG കോഴ്സിന്റെ ഒരു എക്സാമ്പിൾ. അതുപോലെ പല ടോപ്പിക്സിനെ നമുക്ക് ക്ലാസിഫൈ അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. If you have several poems, essays, fictional works and plays to analyze as part of a course, how would you approach them? Would you study them randomly or by following any pattern? You are likely to list the works into categories based on genre. That is, you arrange all poems, novels, and plays into separate groups before you start analyzing them. Sometimes you may further subdivide them using subgenres. For example, you may categorize the poems into lyrics, sonnets, and elegies, or you can divide the fictional works into short stories, long stories, novellas, and novels. So, അടുത്ത എക്സാമ്പിൾ അവർ പറയുന്നത്, നമ്മൾ ഇഫ് യു ആർ സ്റ്റഡിങ് പോയംസ്, എസ്സേസ്, ഷോർട്ട് സ്റ്റോറീസ് എക്സെട്ര, ദെൻ വി ഡോണ്ട് ജസ്റ്റ് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ പഠിക്കാൻ നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു പോയത്തിനെയും ഒരു നോവലിനെയും ഒരേപോലെ നമ്മൾ കമ്പയർ ചെയ്യാനൊക്കെ നോക്കിയാൽ നമുക്ക് കൺഫ്യൂസിങ് ആയി തോന്നും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു പാറ്റേൺ കണ്ടുപിടിക്കാൻ നോക്കും. ഒരേപോലെയുള്ളതിനെ നമ്മൾ കാറ്റഗറീസ് ആക്കാൻ ശ്രമിക്കും. ജാൻർ എന്ന് പറഞ്ഞാൽ ടൈപ്പ് എന്നാണ് അർത്ഥം. ജാൻറിന് ലിറ്ററേച്ചറിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ട്. പക്ഷെ ബേസിക്കലി ജാൻർ മീൻസ് സംതിങ് ഓഫ് ദ സെയിം ടൈപ്പ്. അപ്പോൾ നമ്മൾ പോയംസിനെ എല്ലാം ഒരു ഗ്രൂപ്പ് ആക്കുന്നു, നോവൽസിനെ ഒരു ഗ്രൂപ്പ് ആക്കുന്നു, പ്ലേസിനെ ഒരു ഗ്രൂപ്പ് ആക്കുന്നു. അങ്ങനെ നമ്മൾ ഒരു ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നു. പിന്നെ ഈ പോയംസിനെ തന്നെ നമുക്ക് പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. നിങ്ങൾ പഠിച്ചിട്ടുള്ള പോലെ തന്നെ സോണറ്റ്, ലിറിക്, എലിജി, അങ്ങനെ ആ പോയംസിനുള്ളിൽ നമുക്ക് ഡിവിഷൻ അല്ലെങ്കിൽ സബ് കാറ്റഗറൈസേഷൻ ചെയ്യാൻ പറ്റും. ഫിക്ഷണൽ വർക്ക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് സ്റ്റോറീസ്, ലോങ് സ്റ്റോറീസ്, നോവൽ, അങ്ങനെ ബേസ്ഡ് ഓൺ ലെങ്ത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പാർട്ട് ഫ്രം dividing them on the basis of length, there are other types of classifications as well, which would enable you to approach a subject in a more satisfactory manner. You may categorize characters in a books based on their age, gender, educational qualification, or any other criteria. Sometimes analyzing a subject is easier if you divide them into മാനേജബിൾ സ്മോൾ പാർട്സ്. അപ്പൊ പലതരം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ ലെങ്ത് വെച്ചിട്ടൊന്നും ആവണമെന്നില്ല. ചിലപ്പോ ഡിറ്റക്റ്റീവ് സ്റ്റോറീസിന് നമ്മളൊരു, അതാണ് ജാൻർ എന്ന് പറയുന്നത്. പല ടൈപ്സ്. ഡിറ്റക്റ്റീവ് സ്റ്റോറീസിനെ ഒരു കാറ്റഗറി ആക്കി നമ്മൾ വെക്കുന്നു, റൊമാൻസിനെ വേറൊരു കാറ്റഗറി ആയി വെക്കുന്നു, ഹൊറർ സ്റ്റോറീസിനെ വേറെ കാറ്റഗറി ആയി വെക്കുന്നു, സയൻസ് ഫിക്ഷൻ സ്റ്റോറീസിനെ വേറെ കാറ്റഗറി ആയി വെക്കുന്നു. അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അത് ബുക്സിനെ അങ്ങനെ ചെയ്യാൻ പറ്റും, ഫിലിംസിനെ അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ പലതരം മെറ്റീരിയൽസിനെ നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ബുക്ക്, നമ്മൾ വായിക്കുന്ന പല ബുക്സിലെ നമുക്ക് ക്യാരക്ടേഴ്സിനെ നമുക്ക്, ഫോർ എക്സാമ്പിൾ ജെൻഡറിന്റെ ബേസിസിൽ വിമൻ ക്യാരക്ടേഴ്സിനെ മാത്രം നമുക്ക് ഡിവൈഡ് ചെയ്ത് അവരെ പറ്റി മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. And why do we do this categorization, this classification and division? Because analyzing a subject is easier if you divide them into manageable small parts. ചെറിയ പാർട്സിനെ മാനേജ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്, അതിനെ അനലൈസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ സബ്ജക്റ്റിനെ കാണുമ്പോൾ നമുക്ക് അയ്യോ ഇത് മുഴുവൻ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യും എന്ന് തോന്നാൻ, അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാനാണ് നമ്മൾ അതിനെ ചെറിയ ചെറിയ കാറ്റഗറീസ് ആക്കിയിട്ട്, നമ്മൾ ചെറിയ ചെറിയ സ്മോൾ പാർട്സ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആ ഓരോ പാർട്സ് ആയിട്ട് അനലൈസ് ചെയ്യാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും.
The general purpose of classification and division is to break broad subjects into smaller parts. In academic writing, a classification or division essay analyzes people, things, or ideas, categorizing them into groups and classes. You can actually underline that sentence. It can be used as a good definition of classification or division. എന്തിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രോഡ് സബ്ജക്റ്റിനെ, ഒരു വലിയ സബ്ജക്റ്റിനെ ചെറിയ ചെറിയ പാർട്സ് ആയി കുറച്ചുകൂടി എളുപ്പത്തിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഇസ് ദ ജനറൽ പർപ്പസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ആൻഡ് വാട്ട് എക്സാക്ട്ലി ഇസ് എ classification or division essay? It is an essay which analyzes people, things, or ideas by categorizing them into groups and classes. പലതരം ആളുകൾ, പലതരം ഒബ്ജക്ട്സ്, തിങ്സ് ആവാം, പലതരം ഐഡിയാസ് ആവാം. ഇതിനെല്ലാം ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ആൻഡ് ക്ലാസ്സസ് ആയി കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അതിനെ അനലൈസ് ചെയ്യുക. അങ്ങനെയുള്ള എസ്സേസിനെയാണ് ക്ലാസിഫിക്കേഷൻ ഓർ ഡിവിഷൻ എസ്സേ എന്ന് പറയുന്നത്. There are several examples that they have given here, but we will look in detail at the first one, which is an essay by Francis Bacon called Of Studies. പലതരം സ്റ്റഡീസിനെ പറ്റിയിട്ട്, സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ റീഡിങ്സ് ഒക്കെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഫ്രാൻസിസ് ബേക്കൺ പലതരം സ്റ്റഡീസിനെ പറ്റി പറയുന്നത് ഒരു തരം കാറ്റഗറൈസേഷൻ ആയിട്ട് നമുക്ക് നോക്കാം. The following extracts from Francis Bacon's famous essay Of Studies exemplify. They are an example of one type of categorization. Now let us look at the first paragraph. Studies serve for delight, for ornament, and for ability. Their chief use for delight is in privateness and retiring, for ornament is in discourse, and for ability is in the judgment and disposition of business. For expert men can execute and perhaps judge of particulars one by one, but the general counsels and the plots and marshalling of affairs come best from those that are learned. Slightly ഓൾഡ് 15th 16th സെഞ്ചുറിയിലൊക്കെ എഴുതിയതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഓൾഡ് സ്റ്റൈൽ ഉണ്ട്. ബട്ട് അഗെയിൻ ഡോണ്ട് വറി അബൌട്ട് ദ സ്റ്റൈൽ ഓർ വാട്ട് എക്സാക്ട്ലി ഹി ഈസ് സേയിങ്. ഹിയർ വി കൻ സീ ദാറ്റ് ഹി ഈസ് കാറ്റഗറൈസിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റഡീസ്. ഹി ഈസ് ക്ലാസിഫൈങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റഡീസ്. സ്റ്റഡീസ് സെർവ് ഫോർ ഡിലൈറ്റ്, ഫോർ ഓർണമെന്റ് ആൻഡ് ഫോർ എബിലിറ്റി. 3 തരം സ്റ്റഡീസ് ഉണ്ട്. സ്റ്റഡീസ് സെർവ് ഫോർ എന്ന് പറഞ്ഞാൽ സ്റ്റഡീസിന്റെ പേർപ്പസ് 3ആയിട്ട് നമുക്ക് തിരിക്കാം. ഫോർ ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന് വേണ്ടിയിട്ട്. ഫോർ ഓർണമെന്റ് ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട്. ആൻഡ് ഫോർ എബിലിറ്റി നമ്മളുടെ കഴിവ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ഓരോന്നിനായിട്ട് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ദർ ചീഫ് യൂസ് ഫോർ ഡിലൈറ്റ് ഇസ് ഇൻ പ്രൈവറ്റ്നെസ് ആൻഡ് റിട്ടയറിംഗ്. സന്തോഷത്തിന് വേണ്ടി നമ്മൾ വായിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രൈവറ്റ് ആയിട്ട് വേറെ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ വായിക്കുകയാണ്. ഫോർ ഓർണമെന്റ് ഇസ് ഇൻ ഡിസ്കോഴ്സ്. അലങ്കാരത്തിന് വേണ്ടി വായിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻ ഡിസ്കോഴ്സ്, ഇറ്റ് ഇസ് ഇൻ ഡിസ്കഷൻസ് വിത്ത് അതർ പീപ്പിൾ. മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ, സംവദിക്കുമ്പോൾ, ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ സംവാദമാണ്. മറ്റുള്ളവരുമായി സംവദിക്കുമ്പോൾ അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്കിതൊക്കെ അറിയാം എന്ന് അവരെ കാണിച്ച് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റഡിയിങ് ഫോർ ഓർണമെന്റ് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ സ്റ്റഡീസ് നമുക്കൊരു അലങ്കാരം ആവുന്നത്. അലങ്കാരങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? ആഭരണങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ നമ്മുടെ സ്റ്റഡീസിനെ നമ്മളൊരു അലങ്കാരമായി യൂസ് ചെയ്യുന്നു. ആൻഡ് ഫോർ എബിലിറ്റി ഇസ് ഇൻ ദ ജഡ്ജ്മെന്റ് ആൻഡ് ഡിസ്പോസിഷൻ ഓഫ് ബിസിനസ്. എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ, ഒരു എക്സ്പെർട്ടീസ് ഉള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി, എങ്ങനെ ഇത് നന്നായി ചെയ്യാമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എബിലിറ്റി. അപ്പൊ നമ്മളുടെ കഴിവുകൾ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വായിക്കാം. 1 നമ്മുടെ സന്തോഷത്തിന് വേണ്ടി വായിക്കാം. 2 മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി വായിക്കാം. 3 എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിലുള്ള, നമ്മുടെ എക്സ്പെർട്ടീസ് ഉള്ള ഒരു ഏരിയയിൽ നമ്മുടെ കഴിവ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് വായിക്കാം. ഇതൊന്നും ഇനി അതിന്റെ കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, പല പാരാഗ്രാഫ്സ്. യു ഡോണ്ട് ഹാവ് ടു ഗോ ഇൻ ടു ദാറ്റ് ഇൻ ഡീറ്റെയിൽ. യു കൻ ജസ്റ്റ് റീഡ് ഇറ്റ് ഫോർ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. ബട്ട് ബേസിക്കലി ഹിയർ വി കൻ സീ that this is an example of classification where Bacon divides studies into 3 types, and then he explains each of them: studying for delight, studying for ornament, and studying for ability. Again, if you go a little further in the 3rd paragraph here, we can see this is a very famous line. You may have heard it. Some books are to be tasted, others to be swallowed, and some few to be chewed and digested. അതിനെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താണ് പറയുന്നതെന്ന്. ബട്ട് ഹിയർ he is dividing books into how you should read those books. പല തരം ബുക്സിനെ പല രീതിയിൽ നമുക്ക് വായിക്കാം. അത് 3ആയി ഡിവൈഡ് ചെയ്യണം. സം ആർ ടു ബി ടേസ്റ്റഡ്. സോ ഹി ഈസ് യൂസിങ് ദിസ് മെറ്റഫർ ഓഫ് ഈറ്റിംഗ്. ഭക്ഷണം കഴിക്കുന്നതിന്റെ മെറ്റഫർ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ബുക്സിനെ പറ്റി പറയുന്നത്. ചില ബുക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ മാത്രം മതി, അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടിയാൽ മതി. നമ്മൾ ഒന്ന് മറച്ചു നോക്കുക, ചില ഭാഗങ്ങൾ മാത്രം വായിക്കുക, ഫുൾ ആയിട്ട് വായിക്കേണ്ട ആവശ്യമില്ല.
Some others to be swallowed. വേറെ ചിലതുണ്ട് അത് വിഴുങ്ങുക, swallow ചെയ്യാണ്. അത് ടേസ്റ്റ് ചെയ്യാൻ വലിയ രസമൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഓവറോൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അത് ഓടിച്ച് വേഗം വായിച്ച് അതെന്താന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ബുക്സ് ടു ബി swallowed എന്ന് പറയുന്നത്. ആൻഡ് സം ഫ്യൂ ടു ബി chewed and digested. Chewed and digested എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അത് നമ്മൾ നല്ലോണം പ്രോസസ് ചെയ്യണം. ആ ബുക്ക് നമ്മൾ വായിച്ച് മേ ബി 2 or 3 പ്രാവശ്യം വായിച്ച് അതിൽ ഓരോ ലൈനിനെ പറ്റി നമ്മൾ ആലോചിച്ച് എന്തായിരിക്കും ഇതിന്റെ മീനിങ്, അങ്ങനത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ബുക്സിനെയാണ് ബുക്സ് ടു ബി ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് റെസ്റ്റ് ഓഫ് ദിസ് പാരഗ്രാഫ്. സോ അഗെയിൻ ദിസ് ഇൻ എക്സാമ്പിൾ ഫ്രം ദ സെയിം എസ്സേ, ബേക്കന്റെ ഓഫ് സ്റ്റഡീസിൽ നിന്ന് തന്നെയുള്ള എക്സാമ്പിൾ ആണ് about the classification of books into 3 different categories based on how you should read them. There is a lot more of Bacon, and then after that there are 2 more examples. One is from E.B. White's essay, Here is New York, which is about 3 different images of New York. The 3 types of New Yorkers. New Yorkil താമസിക്കുന്ന ആളുകളെ 3 ആയി കാറ്റഗറൈസ് ചെയ്യുന്നതാണ്. And then the last one is E.B. White's last one is E.V. Lucas's essay Bores, in which he presents 2 types of bores. I think you have already studied this essay in A02. Boring people ne രണ്ടായി categorize ചെയ്യുന്നതാണ് E.V. Lucasന്റെ Bores എന്ന് പറയുന്ന essay. All those you can read on your own. Now here are some sample topics for classification. എന്തിനെയൊക്കെയാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഫോർ ഫിറ്റ്നസ്. പലതരം അത്ലറ്റിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. കാർഡിയോവാസ്കുലർ ആക്ടിവിറ്റീസ് ആണോ, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആണോ, യോഗ, അങ്ങനെ നമുക്കതിനെ പലതിനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഡ്രസ് സ്റ്റൈൽസ് ഓഫ് കോളേജ് സ്റ്റുഡൻസ്. അത് വെറുതെ നമുക്ക് എഴുതാവുന്നതാണ്. പല കോളേജ് സ്റ്റുഡൻസിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈലിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഹോബീസ്, യങ്സ്റ്റേഴ്സിന്റെ ഹോബീസ്, ഓൾഡ് പീപ്പിളിന്റെ, റിട്ടയർഡ് പീപ്പിളിന്റെ ഹോബീസ്, അങ്ങനെ ഹോബീസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. Biotic and abiotic in an ecosystem, educational resources available online, pleasure trips and vacations, reality shows on television, rides at an amusement park, study habits, types of websites, video games, operating systems, food and eating habits, hero worship in films and sports, employment opportunities for graduates, ways to conserve water. These are all different topics on which you can write using this rhetorical mode known as classification and division. Now there are some general guidelines for classification. Classification and division എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. First of all, the items to be classified should share some common characteristics. When you classify chemistry into physical chemistry, organic chemistry, and inorganic chemistry, the linking factor is chemistry. Usually generic nouns, that is nouns that refer to all members of a class or group, are taken for classification. അപ്പോൾ പല കാര്യങ്ങളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇതിനെല്ലാം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെങ്കിലും ഉണ്ടാവണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ലാർജർ ഏരിയനെ ചെറുതായിട്ട് ചെറിയ പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ആ ലാർജർ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ പാർട്സിനെല്ലാം കോമൺ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ കെമിസ്ട്രി, പലതരം കെമിസ്ട്രീന്റെ കീഴിൽ വരുന്ന പല ഫീൽഡുകളെ, സബ് ഫീൽഡുകളെയാണ് നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ 3നെയും ലിങ്ക് ചെയ്യുന്ന 3നും കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് എന്താണ്? കെമിസ്ട്രി ആണ്. അപ്പോൾ ഇവിടെ ഒരു ജാനറിക് നൗൺ, എല്ലാത്തിനും ഈ എല്ലാ കാറ്റഗറീസിനെയും കൂടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് കെമിസ്ട്രി ആണ്. അതുപോലെ നമുക്ക് എല്ലാ സബ്ജക്ട്സിനെയും അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ടോപ്പിക്കിനടുത്ത് നമ്മൾ ഡിവൈഡ് ചെയ്തില്ല. അപ്പൊ നേരത്തെ ഓഫ് സ്റ്റഡീസ് എന്ന് പറഞ്ഞു. അപ്പൊ അതില് കാറ്റഗറീസ് പലതുണ്ടെങ്കിലും സ്റ്റഡീസ് ആണ് കോമൺ എലിമെന്റ്. അപ്പൊ എപ്പോഴും ഒരു കോമൺ എലിമെന്റ് ഉണ്ടായിരിക്കണം ക്ലാസിഫിക്കേഷനിൽ. നെക്സ്റ്റ്, decide the criterion or scheme of classification. At the pre-writing stage, you need to decide which properties of your subject are taken into account for categorizing. For example, if you're classifying computers, you need to decide whether your classification is based on the types of computers, their processor capacity, or the type of motherboards used in them. Ideally, all classifications in an essay need to be based on one principle. Pre-writing stage, എഴുതുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്താൽ പോരാ. എഴുതുന്നതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ
നമ്മൾ ഡിസൈഡ് ചെയ്യണം, ഞാൻ ഈ സബ്ജക്റ്റിന്റെ ഏത് പ്രോപ്പർട്ടീസ് എടുത്തിട്ടാണ് ഞാൻ കാറ്റഗറൈസ് ചെയ്യുന്നത്, അതായത് കാറ്റഗറൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോജിക് എന്താണ്. അതിൽ എക്സാമ്പിൾ പറയാണ്, കമ്പ്യൂട്ടേഴ്സിനെ, പലതരം കമ്പ്യൂട്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നത്? കമ്പ്യൂട്ടേഴ്സിന്റെ പ്രോസസർ കപ്പാസിറ്റി വെച്ചിട്ടാണോ, അതിന്റെ മദർ ബോർഡിനെ വെച്ചിട്ടാണോ, അതിന്റെ വേറെ എന്തെങ്കിലും ഒരു എലിമെന്റിനെ ബേസ് ചെയ്തിട്ടാണോ, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് എന്ന് നേരത്തെ നമ്മൾ തീരുമാനിക്കണം. ആൻഡ് തേർഡ്, എക്സാമ്പിൾസ് ആൻഡ് എക്സ്പ്ലനേഷൻസ് ആർ ടു ബി ഗിവൺ ഫോർ ഈച്ച് കാറ്റഗറി. പല കാറ്റഗറീസ് ഉണ്ടെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ഓരോ കാറ്റഗറിയും എന്താണ് എന്ന് ക്ലിയർ ആക്കണം, അതിന് എക്സാമ്പിൾസും എക്സ്പ്ലനേഷൻസും നമ്മൾ കൊടുക്കണം. ജസ്റ്റ് ലൈക്ക് വി സോ ഇൻ ദ കേസ് ഓഫ് സ്റ്റഡീസ്. അത് ഫുള്ളായി നിങ്ങൾ വായിച്ചാൽ അതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ സ്റ്റഡീസ് 3 ടൈപ്പ് ഉണ്ടെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. ഫോർ ഡിലൈറ്റ്, ഫോർ ഓർണമെന്റേഷൻ ആൻഡ് ഫോർ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്നിട്ട് പറ്റുകയാണെങ്കിൽ ഓരോന്നിനും എക്സാമ്പിൾസും നമ്മൾ കൊടുക്കണം. Then mention what you're planning to classify in the introduction. Your statement on what is classified in the essay and the criterion for classification serves as a thesis statement of the essay. For example, based on their attitude in the classroom, problem students can be classified into 4: challenging and aggressive students, attention seekers, silent students, and inattentive students. So നമ്മൾ എന്താണ് ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നതെന്നും അതിന്റെ ബേസിസ്, അതിന്റെ ലോജിക് എന്താണ്, ദ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ എന്താണ് എന്നുള്ളതും എസ്സേന്റെ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ കൊടുക്കണം. അത് ഒരു സെന്റൻസിൽ കൊടുക്കാൻ പറ്റിയാൽ അതായിരിക്കും നമ്മളുടെ തീസിസ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ നേരത്തെ പലതരം എസ്സേസ് വായിക്കുമ്പോൾ ഈ തീസിസ് സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അതായത് ഈ എസ്സേയിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് കാണിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് ആണ് തീസിസ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് റൂമിൽ ഉള്ള പലതരം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ ആദ്യം തന്നെ ബേസ്ഡ് ഓൺ ദിയർ ആറ്റിറ്റ്യൂഡ് ഇൻ ദ ക്ലാസ് റൂം പ്രോബ്ലം സ്റ്റുഡൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4 എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒറ്റ സെന്റൻസിൽ നിന്ന് മനസ്സിലാവുകയാണ് പ്രോബ്ലം സ്റ്റുഡൻസിനെ പറ്റിയാണ് ഈ എസ്സേ. അവരെ 4 ക്ലാസിഫൈ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. അതിന്റെ ബേസിസ് എന്താണ്? ദർ ആറ്റിറ്റ്യൂഡ് ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിലെ അവരുടെ ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാറ്റഗറൈസ്. ദാറ്റ് ഇസ് ദ ക്രൈറ്റീരിയൻ ഓർ ദ ലോജിക് ഫോർ ക്ലാസിഫിക്കേഷൻ. ആൻഡ് we are also saying, in the very first sentence, we are saying, what are these 4 categories? Challenging and aggressive students, attention seekers, silent students, and inattentive students. അപ്പോൾ ഇങ്ങനെ 4 നമുക്ക് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരൊറ്റ സെന്റൻസ് നമ്മളുടെ തീസിസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ നമ്മളുടെ കാറ്റഗറൈസേഷൻ, നമ്മൾ എന്ത് സബ്ജക്റ്റിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, എത്രയായി ഡിവൈഡ് ചെയ്യുന്നു, എന്ത് ബേസിസിലാണ് ഡിവൈഡ് ചെയ്യുന്നത്, അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന കാറ്റഗറീസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഒറ്റ സെന്റൻസിൽ പറയാൻ പറ്റുന്നുണ്ട്. ദിസ് ഇസ് എ വെരി ഗുഡ് example of a thesis statement. Then transition words, what can be used here? The words like the first type, the first kind, class, the second type or kind or class, the third type or kind or class, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. These can be used to sequence your classification. But അത് മാത്രം യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. Basically, if you read the earlier examples that are given here, you will get a good idea of how to write classification and division essays.